നമസ്കാരം കൃഷ്ണൻകുട്ടി. അമ്മാവൻ. അയ്യോ, ഗോപാലകൃഷ്ണ, എന്താ എന്തു പറ്റി? ഒന്നുമില്ല, ഞാൻ ഇങ്ങനെ വെറുതെ വീണു. നീ ഇല്ല, ഈ കട്ടിൽ അത്ര ശരിയല്ല. അല്ല, നല്ല ബലം ഉണ്ടല്ലോ, പിന്നെന്താ? ഇത്തവണത്തെ സ്വപ്നത്തിൽ ആരാണ് വില്ലൻ? അമ്മാവനോ അതോ പ്രസന്നേട്ടനോ? രണ്ടാളും. പണ്ടത്തെ പോലെ തിരുമേനെ കൊണ്ട് തകരെടുത്തിച്ച് കെട്ടിക്കണമെന്നാ തോന്നണത്. നിന്റെ ഈ പേടി മാറാൻ. ആർക്ക് പേടി? ആരെ പേടിക്കാൻ? അമ്മാവനോ? നല്ല കാര്യമായി. രാവിലെ കുളിച്ചോടന്ന് നിൽക്കാതെ കേട്ടോ. ഇനി അവളോട് തർക്കത്തിന് നിൽക്കാതെ കുളിച്ച് വേഗം പോവാൻ നോക്കുന്നുണ്ടോ നീ? സ്വപ്നത്തിൽ ഗൗരി ചേച്ചിക്ക് റോൾ ഉണ്ടായിരുന്നോ? അത് ഞാൻ വൈകുന്നേരം വന്നിട്ട് വിശദമായിട്ട് പറഞ്ഞുതരാം. തൽക്കാലം പോ. പിന്നെ അമ്പലത്തിൽ വെച്ച് ഗൗരിയെ കാണുമ്പോ ഈ സംഭവം വല്ലതും പറഞ്ഞ ആലോചിക്കട്ടെ. ആലോചിക്കാം. ഇച്ചായ, ഇച്ചായ, ഇച്ചായ ഒന്ന് എഴുന്നേറ്റ് മാറുന്നുണ്ടോ? നേരെ എത്രയെന്നറിയോ? എഴുന്നേറ്റ്. ചവിട്ടി വെറുതെ ഞാൻ തിരിക്കും. വിളിച്ചില്ലേ അവനെ ഇതുവരെ? ഞാൻ എന്ത് ചെയ്യാനാ? വിളിച്ചാ എഴുന്നേക്കണെങ്കിൽ ബോധം ഉണ്ടായിട്ട് വേണ്ടേ? ചവിട്ടി പെടലി തിരിക്കുന്ന ഉറക്കത്ത് കിടന്നോണ്ട് പറയുന്നത്. മിക്കവാറും ഇവന്റെ പെടലി ആരെങ്കിലും അടിച്ച് തിരിക്കും. മാർക്കറ്റിൽ നിന്നല്ല അഡ്വാൻസ് വാങ്ങിച്ചു കൊടുത്തതാ, വെളുപ്പിന് ഒരു ലോഡും കൊണ്ടുപോവാൻ. എടാ തങ്കച്ചാ, വിളിച്ചു വിളിച്ച് ഞാൻ മടുത്തു. വിളിച്ചു 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 വിളിച്ച് അവരുടെ മണിയണ്ണത്തെ കിടന്ന് വളയെ ഊരിപ്പോയി. അമ്മച്ചി തുടങ്ങി. എടി, അവൻ സമയം നോക്കാതെ വല്ലയിടത്തും പോയി പണിയെടുത്തോണ്ട് വന്നിട്ട് വേണം നിന്നെയൊക്കെ വല്ലവന്റെയും കൂടെ പറഞ്ഞയക്കാൻ. ആ വിചാരം ഉണ്ടോ നിനക്കൊക്കെ? അമ്മച്ചി രാഗവിസ്താരം തുടങ്ങിയല്ലോ. ഇനി തങ്കച്ച എഴുന്നേറ്റോളും. എടാ തങ്കച്ച, എടാ എഴുന്നേക്കാൻ. എടാ എഴുന്നേക്കണം. അങ്ങോട്ട് പണിക്ക് പോകാൻ സമയമായിരുന്നു. അഡ്വാൻസ് വാങ്ങിച്ച് ലാവിഷായിട്ട് പുട്ടടിക്കാൻ തുടങ്ങിയല്ലോ. ലോഡ് ഇറക്കാനുള്ളതാ. അവരിപ്പോ ഇങ്ങ് എത്തും. എഴുന്നേക്കടാ. അമ്മച്ചി, ഇതിന് വേറെ മരുന്ന് എന്തെങ്കിലും നോക്കേണ്ടി വരും. ഒരു തടി ഇങ്ങനത്തെ. അത്ര കൊള്ളില്ല. അമ്മച്ചി എന്തേ കാണിക്കുന്നേ? നീ വിട്. പൈപ്പിൽ വെള്ളം തരുന്നതാണ്ട ഞങ്ങൾ ഇങ്ങോട്ട് പോകുന്നത്. ഇനി ഒരു തുള്ളി വെള്ളം നീ അങ്ങോട്ട് വിട്ടേ. അതുവേണ്ട. ഇന്ന് ഒരു ദിവസത്തേക്ക് ഇവിടെ ശരിയല്ല. അമ്മച്ചി മോനല്ലേ? അല്ല, അമ്മച്ചി പറഞ്ഞാലും കാര്യമുണ്ട്. അതാ അതിന്റെ ഇത്. അയ്യോ ഗോപാലകൃഷ്ണ, നീ ഇതുവരെ പോയില്ലേ? ഇന്ന് നോക്കിക്കോ, പത്രക്കെട്ട് ബസ് സ്റ്റാൻഡിലിട്ട് കാക്ക കൊത്തി കാണും. ഒരു കുഴപ്പമില്ല. കാക്ക കൊത്തിയ പത്രം വിതരണം ചെയ്യണമെന്ന് കുറച്ച് നാളായിട്ട് വിചാരിക്കാം. അല്ല, രാവിലെ അവളുടെ ഒരു ഒന്ന് പോടാ വേഗം. അല്ല, അമ്മ പറയുന്ന കാര്യമുണ്ട്. എവക്ക് എങ്ങനെ മച്ചി, വക്കീലിന്റെ പനി എങ്ങനെയുണ്ട്? മോളെ, ടോമൻ ജെറി എത്തിയിട്ടില്ല. തൽക്കാലം ഇത്.
ഏയ് ഗോപാലകൃഷ്ണൻ, എന്തൊക്കെയുണ്ട് ഡോക്ടർ വിശേഷം? നല്ല ആളാ താൻ. ഈ വീടെടുത്ത് വന്നിട്ട് 2 ആഴ്ചയായല്ലോ. എന്നീ പത്രം തന്നിട്ട് പോകുന്ന അല്ലാതെ ഒന്ന് തിരിഞ്ഞു നോക്കിയിട്ടില്ല. നേരെ തന്നെ നോക്കാന്നുള്ളപ്പോ എന്തിനാ മാഡം തിരിഞ്ഞു നോക്കുന്നത്? എന്താ പ്രശ്നം? എന്തായി നമ്മുടെ ഗ്യാസ് കണക്ഷൻ? ഞാൻ ദിവസവും കയറി ഇറങ്ങി അവരുടെ സ്വൈരം കെടുത്തുന്നുണ്ട്. ഇവിടത്തെ മാത്രമല്ല, ഈ കോളനിയിൽ നിന്ന് 5-6 ആപ്ലിക്കേഷൻ വേറെയുണ്ട്. ഏതായാലും ഒരാഴ്ചക്കകം മാഡത്തിന്റെ ഗ്യാസ് കണക്ഷൻ റെഡി. എന്താ പോരെ? The deviation between two pillars 2 സോറി, ആള് നിൽക്കുന്ന കണ്ടില്ല. കണ്ണു കാണാതിരിക്കാൻ പ്രായമായില്ലല്ലോ എനിക്ക്. ഒരബദ്ധം പറ്റിയാണെന്ന് പറഞ്ഞില്ലേ? എനിക്കറിയാം, ഓവർ സ്മാർട്ടാ നോക്കിയതാ. എന്നിട്ടിപ്പോ ഒരു സോറി. അതാരാ? അങ്ങനെ ആൾക്കാർക്ക് പേരുണ്ടോ? കുട്ടി വേണ്ട. എന്താണ് പേടിപ്പിക്കണോ? അത് ശരി, തന്റെ ഈ ഏർപ്പാട് ഞാൻ ഇന്ന് നിർത്തിത്തരാം. താൻ അമ്മ ഇങ്ങ് വിളിച്ചേ. മര്യാദക്ക് വിളിക്കുന്നോ അതോ? ആഹാ, ഗോപാലകൃഷ്ണോ? എന്തൊക്കെയുണ്ട് വിശേഷം ഗോപാലകൃഷ്ണ? ഇതാണ് ഇന്നത്തെ പ്രധാന വിശേഷം. ആവൂ, അവസാനം സംഘടിപ്പിച്ചു അല്ലേ? ടീച്ചർ പറഞ്ഞ ടൈപ്പിലുള്ള കറിക്കത്തി അവിടെ ഇല്ലായിരുന്നു, പിന്നെ ചെയ്യിപ്പിച്ചെടുത്തതാ. ഇന്നലെ പാതിരാത്രി വരെ കൊല്ലക്കുടിയിൽ കുത്തിയിരിക്കായിരുന്നു. നീ എന്താ ഇങ്ങനെ മിഴിച്ചു നോക്കുന്നത്? ഗോപാലകൃഷ്ണന്റെ എല്ലാ കാര്യവും നിനക്ക് കത്തിൽ എഴുതാറില്ലേ? ഊട്ടിയിൽ നിന്ന് വന്നു. നോക്കണ്ട, നിന്റെ മാത്രമല്ല ഈ നാട്ടിലുള്ള സകല ആൾക്കാരുടെയും ബയോഡേറ്റ ഇവിടെ കാണാപ്പാടമാണ്. സത്യം പറഞ്ഞ ഗോപാലകൃഷ്ണൻ ഇല്ലെങ്കിൽ ഈ നാട്ടിൽ ഒരു കാര്യം. അയ്യോ, എന്നെ ഇങ്ങനെ നിർത്തി പൊരിക്കല്ലേ. പിന്നെ ടീച്ചർ, അപ്പുറത്തെ വീട്ടിന്റെ ടെറസിന്റെ മുകളില് ടെറസിന് മുകളിൽ ഒരു നില കൂടി പണിയാൻ വേണ്ടി പണിക്കർ സാർ കോർപ്പറേഷനിൽ അപേക്ഷിച്ചിരിക്കുക. ഞാൻ പണിക്കർ സാറിനോട് പറഞ്ഞു, ഇല മുള്ളി വീണാലും മുള്ള ഇല വീണാലും ഇലയ്ക്ക് തന്നെയാ കേട്. എന്താ? അല്ല, കോർപ്പറേഷന്റെ കാര്യല്ലേ. ഇനി ഗൗരിക്കുട്ടി സ്ലോ സ്പീഡ് ആണല്ലോ. ഞങ്ങൾ നടന്നോട്ടെ. പിന്നെ ഇതെന്താ ഒരു പുതിയ സ്റ്റൈൽ? ചോറും കറിയായിട്ടാ പത്രം ഇടാൻ ഇറങ്ങുന്നത്? പോരുന്ന വഴിക്ക് ഒരു കുട്ടിയുടെ അമ്മ തന്നതാ. ഇത് സ്കൂളിൽ എത്തിച്ചു കൊടുക്കണം. പരോപകാരം നന്നായി. 8 മണിക്ക് എത്താമെന്ന് പറഞ്ഞ് വാക്ക് വിശ്വസിച്ച് ഞാൻ 3/4 മണിക്കൂറാ ട്യൂഷൻ കഴിഞ്ഞ് ബസ് സ്റ്റോപ്പിൽ നിന്നത്. അത് പിന്നെ ഒരു 100 കൂട്ടം പ്രശ്നങ്ങളല്ലേ ഞാൻ ഒറ്റയ്ക്ക് കൈകാര്യം ചെയ്യുന്നത്? ഒക്കെ നാട്ടുകാരുടെ കാര്യങ്ങളല്ലേ? വല്ലോ, ഈ നാട്ടുകാരാണ് എന്റെ പ്രചോദനം, മാസ് സപ്പോർട്ട്, ജനപിന്തുണ, കരുത്ത്. എന്നിട്ട് കരുത്തനായ ഗോപാലകൃഷ്ണൻ എന്തിനാ ഇന്ന് ഉറക്കപ്പായി കിടന്ന് നിലവിളിച്ചത്? അമ്പലത്തിൽ വെച്ച് രാധയെ കണ്ടു അല്ലേ? ആവോ, അച്ഛന്റെ ഏട്ടന്റെ നേർക്ക് നേരെ നെഞ്ചു വിരിച്ചു നിന്ന് ഇറങ്ങി വാടിയെന്ന് പറഞ്ഞ് വിളിച്ചോണ്ട് പോരാൻ തന്റെ ഇടമുള്ള ആണാണല്ലോ എന്ന് വിചാരിച്ചിട്ടാ ഞാൻ. അതെ, ഈ സ്വപ്നം കാണുന്നതും തന്റെ ഇടവും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. നിനക്കറിയാമോ, കുഞ്ഞുനാളില് അച്ഛൻ മരിച്ചിട്ട് ചുടലേ വെച്ച വാഴക്കന്നിന് കൂമ്പ് പൊട്ടുന്നതിന് മുമ്പേ അമ്മയും എന്നെ അനിയത്തിയൊക്കെ നിന്റെ അച്ഛൻ പടിയിറക്കി വിട്ടത്. പൂമുഖത്ത് കുറുപ്പിനോട് അന്ന് എന്റെ കുരുന്ന് മനസ്സിൽ തോന്നിയ പക, പ്രതികാരദാഹം, അതെന്റെ ഉപബോധ മനസ്സിൽ കിടന്ന് തീയായി കനലായി. ചിരിക്കണ്ട. കഴിഞ്ഞ തവണ ഞാൻ കണ്ട സ്വപ്നം എന്തായിരുന്നെന്ന് അറിയോ നിനക്ക്? കംസനെ കൊല്ലുന്ന കൃഷ്ണൻ, സ്വന്തം അമ്മാവനെ മലർത്തിയടിച്ചിട്ട് കയറി നെഞ്ചു ചവിട്ടി കലക്കുന്ന ഗോപാലകൃഷ്ണൻ. നമ്മുടെ ലൈഫിൽ കംസവധത്തിന്റെ സിറ്റുവേഷൻ വന്നാലും അച്ഛന്റെ ജീവൻ ബാക്കി വെച്ചേക്കണേ. ഒന്നേ ഉള്ളൂ എനിക്ക് അച്ഛനായിട്ട്. അതൊക്കെ അപ്പോഴത്തെ സൗകര്യം പോലെ തീരുമാനിക്കാം. ഏതായാലും നെഞ്ചു ചവിട്ടി കലക്കുന്നുള്ള ഉറപ്പ്. ഒരിക്കലും നടക്കില്ലെന്ന് അറിയാവുന്ന കാര്യമാണെങ്കിലും മെനക്കെടാൻ ഒരുപാട് സമയമുണ്ട് നിനക്കല്ലടാ. ഇവിടെ വെച്ച് വേണ്ട പ്രശ്നം വെറുതെ എല്ലാവർക്കും നടക്കടാവും. ഇവിടെ നീങ്ങളുള്ള ഈ നടപ്പിന് അത്രയും നടക്കടാവില്ല. മിണ്ടി പോകരുത്. ഇനി ഇങ്ങനെ ഒരുമിച്ച് കണ്ടാൽ ഞാൻ തല്ലിച്ചതയ്ക്കാമോ നിന്നെയല്ല ഇവളെ ആയിരിക്കും. കറടി വണ്ടിയിൽ സൂക്ഷിച്ചോ.